അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൗണ്ടറിനെ കുറിച്ചാണ്. ഇപ്പോൾ കൗണ്ടർ 2 ടൈപ്പ് കൗണ്ടർ ഉണ്ട്. എന്തൊക്കെ? അപ്പ് കൗണ്ടിങ് ഉണ്ട്, പിന്നെന്താണ്, ഡൗൺ കൗണ്ടിങ് ഉണ്ട്. ഓക്കെ, അപ്പ് കൗണ്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? CTU ആണ്. കൗണ്ടറിൻ്റെ ഷോർട്ട് ഫോമാണ് CT. അതിൻ്റെ അപ്പാണെങ്കിൽ CTU. ഓക്കെ, ഡൗൺ കൗണ്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് CTD ആണ്. അപ്പ് കൗണ്ടിങ് കൗണ്ട് ചെയ്യുന്നത് 0 നിന്ന് മുകളിലോട്ടാണ്. +1 +1 +1 +1 കൗണ്ട് ചെയ്യും. അങ്ങനെ കൗണ്ട് ചെയ്യും. ഇത് ഡൗൺ കൗണ്ടർ എന്ന് വെച്ചാൽ 100 ആണ്. 100 ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രീസെറ്റ് വാല്യൂ 100 ആണെന്നിരിക്കട്ടെ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ -1 -1 -1 -1 അങ്ങനെ 0-ലെത്തുന്നു. ഇതിങ്ങനെ കൂടി 100-ലെത്തുന്നു. മനസ്സിലായോ? ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പം ഞാനൊരു സിമ്പിളായിട്ട് പ്രോഗ്രാം ലാഡർ ഡയഗ്രം വരയ്ക്കാൻ പോവാണ്. ഞാനൊരു ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് 1 ആണ്. എന്നിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ഒരു CTU ആണ്. ഓക്കെ, ഈ CTUവിൻ്റെ വാല്യൂ ഞാനൊരു K10 എടുക്കുക. അതായത് കൗണ്ടർ 10 വരിക. ഈ 10 വരുമ്പോഴത്തേന് എന്തുവാ, CTU K10 വരുമ്പോഴത്തേന് എനിക്ക് ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആവണം. ഈ സംഭവത്തിൻ്റെ അർത്ഥം മനസ്സിലാവോ? ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവോ? ഇതിൻ്റെ അർത്ഥം മനസ്സിലാവോ? ഈ വരച്ച് വെച്ചേക്കുന്ന അർത്ഥം എന്താ? ഫസ്റ്റ് റിംഗ് എന്ന് വായിച്ചേ. ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ കൗണ്ട് ചെയ്ത് ഏത് വാല്യൂ എത്തുമ്പോഴാണ് നമുക്ക് കൗണ്ടർ ആക്ടിവേറ്റ് ആവുന്നത്? 1 കിട്ടിയാൽ ആക്ടിവേറ്റ് ആവുമോ? കൗണ്ട് ചെയ്ത് ഇതിനകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പോൾ 10 എത്തുമ്പോഴത്തേന് കൗണ്ടർ ആക്ടിവേറ്റ് ആവുന്നു. അപ്പോൾ ആ കൗണ്ടറിൻ്റെ ഇൻപുട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു. ആ ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ കൗണ്ടറിൻ്റെ അകത്ത് ഒരു പ്രീസെറ്റ് വാല്യൂ സെറ്റ് ആക്കി വെക്കും. ആ വാല്യൂ ഓക്കെ. അപ്പോൾ നമുക്കൊന്നൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾ നമ്മുടെ പാർക്കിംഗ്, ആരാണ് ഈ മെസ്സേജ് അയക്കുന്നത് ഇപ്പോൾ? എടാ, നിങ്ങൾ പാർക്കിംഗ് ഫെസിലിറ്റി കണ്ടിട്ടുണ്ടോ? അതായത് സിറ്റീസിലൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മൾട്ടി സ്റ്റോറേജ് പാർക്കിംഗ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഓരോരോ സ്ലോട്ടാണ്. കാറ് വന്ന് ഇവിടെ ചെയ്യും, ഇപ്പോൾ ഇത് മൂവ് ചെയ്യും, അടുത്ത് റൊട്ടേറ്റ് ചെയ്യും, ഇവിടെ വന്ന് പാർക്ക് ചെയ്യും, മൂവ് ചെയ്യും, അങ്ങനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെങ്ങും ഇല്ല, പക്ഷേ വലിയ സിറ്റീസിലൊക്കെ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാർക്കിംഗ് സംഭവമുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ കൗണ്ടറിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് ഓരോ കാറ് വന്നിട്ട് ഈ സ്ലോട്ടിൽ വന്ന് ഇരിക്കും. ആ കൗണ്ടറിനകത്ത് എന്ത് ചെയ്യും? +1 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യും. ഏതിനകത്തോട്ട്? CTUവിനകത്ത്. മനസ്സിലായില്ലേ? ഓരോ കാറ് വന്ന് ആ പാർക്കിംഗ് ഫെസിലിറ്റിയോട്ട് വന്ന് ഇരിക്കുമ്പോൾ നിന്ന് അതിനകത്തോട്ട് പാർക്ക് ചെയ്യുമ്പോഴത്തേന് അവിടെ ആ അപ്പ് കൗണ്ടറിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യും? +1 അങ്ങനെ ഓരോ കാർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് മൊത്തം നമുക്ക് 10 കാറ് മാക്സിമം നമുക്ക് അറ്റ് എ ടൈം പറ്റത്തുള്ളൂ എന്നിരിക്കട്ടെ. അപ്പോൾ ഈ അപ്പ് കൗണ്ടറിനകത്ത് 10 വാല്യൂ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാർ പാർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പ് കൗണ്ടറിൻ്റെ വാല്യൂ 10 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കാർ പാർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മൾ ആ വാല്യൂ 10 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ദർ ഈസ്
നോ എം ഡി സ്പേസസ്, ദർ ഈസ് നോ എം ഡി സ്പേസസ്, പ്ലീസ് ട്രൈ അനദർ പാർക്കിംഗ് കൗണ്ടർ എന്ന് നിങ്ങൾ കാണിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് എന്തുവാ കാണിക്കേണ്ട? ഒരു ബോർഡിനകത്ത് കാണിക്കണം there is no empty spaces എന്ന് പറഞ്ഞ് കാണിക്കണം. എപ്പം എങ്ങനെ കാണിക്കണ്ടേ? ഇതൊരു ഡിജിറ്റൽ ബോർഡാണ്, ഇങ്ങനെ ബോർഡിനകത്ത് ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയാണ്. ഓക്കെ, ഈ ഡിജിറ്റൽ ഡിസ്പ്ലേനകത്ത് എന്തോ കാണിക്കണ്ടേ? എന്തുവാടാ കാണിക്കണ്ടേ? എന്തോ കാണിക്കണ്ടേ ഡിജിറ്റൽ ഡിസ്പ്ലേക്കകത്ത്? ദർ ഈസ് നോ എം ടി സ്പേസസ്. അത് എപ്പോഴാണ് കാണിക്കണ്ടേ? എൻ്റെ മാക്സിമം കപ്പാസിറ്റി, അതായത് ഞാൻ പറയുന്നത് മാക്സിമം കപ്പാസിറ്റി 10 എന്ന് പറയുന്നു. അപ്പോൾ അപ്പ് കൗണ്ടറിനകത്ത് ആദ്യമേ കാറുകളൊന്നുമില്ല, ഒരു കാറ് വരുന്നു. അപ്പം അപ്പ് കൗണ്ടറിനകത്ത് +1 ആഡ് ചെയ്യുന്നു. പിന്നെ അരമണിക്കൂർ ഇപ്പോൾ അടുത്ത കാറ് വരുന്നു, +1 വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത കാർ വരുന്നു, +3 ആഡ് ചെയ്യുന്നു. അപ്പം തന്നെ വേറൊരു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാർ ഇറങ്ങി പോകാമല്ലോ. എല്ലാ കാറുകളും വന്ന് അവിടെ കിടക്കുമല്ലോ. ചില സമയത്ത് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും ആദ്യം പാർക്ക് ചെയ്ത കാർ തിരിച്ചു പോകാമല്ലോ. അപ്പോൾ വേറൊരു കൗണ്ടറൂടെ കാണും, CTD കൂടെ കാണും. CTDയുടെ വാല്യൂ, CTD എന്തോ എടുക്കും? CTD എന്തുവാ ചെയ്യുന്നത്? ഓരോ കാറ് ഇറങ്ങിപ്പോകുമ്പോഴത്തേന് എന്ത് ചെയ്യും? -1 എന്ന് കാണിക്കും. ആണോ? ഓക്കെ. അപ്പോൾ ഈ അപ്പ് കൗണ്ടറിൻ്റെ വാല്യൂ 10 സെറ്റ് ചെയ്ത് വെക്കുക. അപ്പ് കൗണ്ടറിൻ്റെ വാല്യൂ 10 എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇന്ന് സ്പേസ് ഇല്ല. ഡൗൺ കൗണ്ടറിൻ്റെ വാല്യൂ 10 എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഡൗൺ കൗണ്ടറിൻ്റെ വാല്യൂ 10 എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടം 10 സ്പേസും അവൈലബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ആണോ? അപ്പ് കൗണ്ടറിനകത്ത് 10 എത്തിക്കഴിഞ്ഞാൽ 10 സ്പേസും തീർന്നു, ഫില്ലായി. ഡൗൺ കൗണ്ടറിനകത്ത് 10 സ്പേസ്, ഡൗൺ കൗണ്ടറിനകത്ത് 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഡൗൺ കൗണ്ടറിനകത്ത് MD സ്പേസ് ഇല്ല. അപ്പോൾ ഈ ഒരു സംഭവം, ഈ കൗണ്ടറിൻ്റെ ഇതിൻ്റെ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ബോർഡ് ഡിസ്പ്ലേ വരും, ദെയർ ഇസ് നോ എംപ്റ്റി സ്പേസസ്. മനസ്സിലായോ? അപ്പോൾ ഡിസ്പ്ലേ വരുന്നത് എപ്പോൾ മാത്രമേ ഡിസ്പ്ലേ വരത്തുള്ളൂ? ആ പ്രീസെറ്റ് ചെയ്തേക്കുന്ന വാല്യൂ അവിടെ കൗണ്ട് ചെയ്ത വാല്യൂയുടെ മാച്ച് ആവുകയാണെങ്കിൽ മാത്രമേ ആ ഡിസ്പ്ലേ വരത്തുള്ളൂ, അല്ലേ? അപ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ വാല്യൂ കൗണ്ട് ചെയ്തപ്പോൾ 9 കിട്ടിയത്, പക്ഷേ പ്രീസെറ്റ് ചെയ്തേക്കുന്ന വാല്യൂ 10. അപ്പോൾ ഡിസ്പ്ലേ വരുമോ? ഇല്ല. ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്താവണം? റെസ്പോണ്ട് ചെയ്യടാ. ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ എന്തിനോട് ഈക്വൽ ആവണം? ആരും പറയുന്നില്ല. അപ്പ് കൗണ്ടറിൻ്റെ വാല്യൂ 10 ആവുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? കൗണ്ട് ചെയ്ത് സ്പേസ് ഇല്ല. അപ്പോൾ ആ അപ്പ് കൗണ്ടറിനകത്ത് ഞാൻ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ 10 ആണ്. ആ 10 ഇങ്ങനെ കൗണ്ട് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 എത്തി. ഇനി നമ്മുടെ സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂട്ട് മാച്ചിങ് എത്തി. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പം നമുക്ക് ഇനി സ്പേസ് ഇല്ല. അപ്പം നമ്മൾ ബോർഡിനകത്ത് എന്ത് ഡിസ്പ്ലേ പറയണം? ദെയർ ഈസ് നോ എംപ്റ്റി സ്പേസസ്. മനസ്സിലാവും? ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയാൻ വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്കൊന്ന് വരച്ച് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഇൻപുട്ട് എന്ന് വെച്ചാൽ കാറ് വരുന്നതല്ലേ? കാറ് വരുന്നത് ഇൻപുട്ട് വരുമ്പോഴത്തേനും അവിടെ അത് ഏത് കൗണ്ടറായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഏത് കൗണ്ടറായിരിക്കും വർക്ക് ചെയ്യുന്നത്? കാറ് വന്ന് നിൽക്കുക. അപ്പോൾ ഏത് കൗണ്ടറായിരിക്കും വർക്ക് ചെയ്യുന്നത്?
കാറ് വന്ന് നിൽക്കുക, കാറ് പാർക്കിംഗ് പൊസിഷനിൽ സ്ലോട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഏത് കൗണ്ടറാണ് വർക്ക് ചെയ്യുന്നത്? ഏടാ ഒന്ന് പറയടാ. കാറ് ഒരു പാർക്കിംഗ് പൊസിഷന് അപ്പ് കൗണ്ടർ വർക്ക് ചെയ്യും, കാരണം +1 ആഡ് ചെയ്യും. ഇനി അടുത്ത ഇൻപുട്ട് എന്തുവാ? 2 ഇൻപുട്ട് ഇല്ല, ഇന്ന് കാർ ഇറങ്ങിപ്പോവാ. എന്തുവാ? കാർ ഇറങ്ങിപ്പോവാ. കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഏത് കൗണ്ടറാണ് വർക്ക് ചെയ്യുന്നത്? കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഡൗൺ കൗണ്ടറാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ 2 വാല്യൂ നമ്മൾ 10 എന്ന് പറയുന്ന വാല്യൂ, ഒരു 2ൻ്റെ വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ 10 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യം മുതൽ കൗണ്ട് ചെയ്യണ്ടേ? ഇപ്പം 10 കാറ് വന്ന്, അല്ലെങ്കിൽ 10 അടുത്ത കാറ് വരുമ്പോഴത്തേനും 11 കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അടുത്ത കാർ വരുമ്പോൾ അത് എന്തുവായാലും ഇൻപുട്ട് കാറ് വരുവാണെങ്കിലും അടുത്ത കാറ് പോവുകയാണെങ്കിലും ആ ഒരു കൗണ്ടറിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻപുട്ട് കൂടെ കൊടുക്കണം. അത് ഇൻപുട്ട് 3 എന്ന് കൊടുക്കാം. ആ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെറ്റ് കൗണ്ടറാണ്. ഈ കൗണ്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കൗണ്ടറും റീസെറ്റ് ആവും. അതായത് ആദ്യം മുതൽ കൗണ്ട് ചെയ്യുന്ന രീതിയിൽ റീസെറ്റ് ആവും. അപ്പം ഇനി ഈ കൗണ്ടറിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് റിസൾട്ട് വരുന്നത്? കൗണ്ടറിൻ്റെ വാല്യൂവിനെ ഇവിടെ ഇതല്ല വരുന്നത്. ഈ കൗണ്ടറിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? എൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഔട്ട്പുട്ട് എന്തുവാ? ഡിസ്പ്ലേക്കകത്ത് എന്തോ കാണിക്കണം? മനസ്സിലായോ? ഇൻപുട്ട് 1 എന്ന് പറയുമ്പോഴത്തേനും ഒരു കാറ് വന്ന് നിൽക്കുന്നു. അപ്പോൾ അത് ആര് കൗണ്ട് ചെയ്യുന്നു? അതാരെ കൗണ്ട് ചെയ്യുന്നത്? അപ്പ് കൗണ്ടർ കൗണ്ട് ചെയ്യുന്നു. ഇൻപുട്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ് തിരിച്ചു പോകുന്നു. അത് ആര് കൗണ്ട് ചെയ്യുന്നു? -1 ഡൗൺ കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും അങ്ങനെ. അപ്പം ഒരു കാറ് വന്നാൽ കുഴപ്പമില്ല, 2 കാറ് വന്നാലും കുഴപ്പമില്ല, 3 കാറ് വന്നാൽ അപ്പം ഈ ഔട്ട് കൗണ്ടറിനകത്തൊരു സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനോട് ഈക്വലായിട്ടുള്ള കൗണ്ടർ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഔട്ട്പുട്ട് എന്ത് കാണിക്കും? ദർ ഇസ് നോ ഡിസ്പ്ലേ എം ടി സ്പേസ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് ഇതിനെ വീണ്ടും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റീസെറ്റ് കൗണ്ടറും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ കൗണ്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്? മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് റിലേ ആണ്. ഓക്കെ, റിലേ എന്താണെന്ന് ആർക്കെങ്കിലും പറയാം? റിലേ ഒരു എക്സീഡ് വാല്യൂവിന്റെ മണ്ടക്കോട്ട് പോകുമ്പോൾ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിന് പറഞ്ഞാൽ കേട്ടില്ല. നീ പറഞ്ഞ എന്താ ഒന്ന് പറഞ്ഞു? അതെ, അതായത് അത് 2 സർക്യൂട്ടുകളെ ഡിസ്കണക്ട് ചെയ്യും, കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ മാനുവലായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കും. അതായത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കണ്ടീഷൻ, ചിലപ്പോൾ ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആ കണ്ടീഷൻ കൂടുതലോ കുറവോ ആവുകയാണെങ്കിൽ ആ കണക്ഷൻ കട്ടാവണം എന്ന രീതിയിലുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് റിലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോഴത്തേന് എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വെക്കാൻ പറ്റത്തില്ല. ഇൻറ്റേർണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണും. ഈ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ സർക്യൂട്ട് ക്ലോസ് ആവാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് മാത്രമേ ഈ സർക്യൂട്ട് ഓപ്പൺ ആവാവുള്ളൂ. അപ്പോൾ അത് PLCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, PLC സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ PLC റിലേ എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല. അതായത് നമുക്കൊരു എക്സ്റ്റേണൽ മാനുവൽ ഓപ്പറേഷൻ്റെ പകരം നമുക്ക് ഇൻറ്റേർണലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും റിലേ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ റിലേ കാണിക്കുന്നതും നമുക്ക് കൂടുതലും ഇൻറ്റേർണൽ. നമ്മൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. റിലേയുടെ എക്സാമ്പിൾ വെച്ചിട്ട്, സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഈ ചുമ്മാതെ കിടന്ന് പറയുന്നതിനേക്കാളും നല്ല എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾക്ക് എളുപ്പമാവും. അപ്പോൾ ഞാനൊരു ഡയഗ്രാം വരയ്ക്കാം. ഇൻപുട്ട് 1, ഇൻപുട്ട് 2,
ഇൻപുട്ട് 3. റിലേ ബേസിക്കലി റിലേ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. റിലേ എന്തുവാണ്? റിലേ എന്താണ്? എന്താണെന്ന് പറഞ്ഞേ. ഇന്റേണൽ റിലേ IR1. അടുത്തത് IR1 നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് 4 അതാണ് നമ്മുടെ ഔട്ട്പുട്ട് 1. അപ്പോൾ ഇതിനകത്ത് ഏതാ നമ്മുടെ ഔട്ട്പുട്ട്? എന്താടാ നിങ്ങൾ ആദ്യം ഏതാ നമ്മുടെ ഔട്ട്പുട്ട്? ഏതാ നമ്മുടെ ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് 1. ആ, നമ്മുടെ ഔട്ട്പുട്ട് 1നെ ഡയറക്റ്റ് എന്താടാ? ഔട്ട്പുട്ട് 1നെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന 2 സംഭവങ്ങൾ ഇൻപുട്ട് ഏതൊക്കെയാ? ഔട്ട്പുട്ട് 1നെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന 2 ഇൻപുട്ട് ഏതൊക്കെയാ? ഔട്ട്പുട്ട് 1നെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന 2 ഇൻപുട്ട് ഏതൊക്കെയാ? IR1ഉം ഇൻപുട്ട് 4. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻപുട്ട് 4 ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ IR1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേ ആണ്. ആ റിലേ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടത്തുള്ളൂ. അപ്പോൾ ആ റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് ആ റിലേ എന്ന് വെച്ചാൽ എന്താ നമുക്കൊന്ന് നോക്കിക്കേ. ആ റിലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇൻപുട്ട് ഉണ്ട്? റിലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എത്ര ഇൻപുട്ട് ഉണ്ട്? 3 ഉണ്ട്. എന്തൊക്കെ? ഇൻപുട്ട് 1, ഇൻപുട്ട് 1, ഇൻപുട്ട് 3, ഇൻപുട്ട് 2 ആണോ? ഇൻപുട്ട് 1, ഇൻപുട്ട് 3, ഇൻപുട്ട് 2. ഇത് രണ്ടും എന്താണ്? ഓറില്ല. ഇത് രണ്ടും ഓറിലല്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രം സാറ്റിസ്ഫൈ ആയാലും നമുക്ക് റിലേ ഓണാവും. ആണോ? അപ്പം എടാ ഈ റിലേ 1 3 ഇൻപുട്ടോട് കണക്റ്റഡാണ്. ഇൻപുട്ട് 1, ഇൻപുട്ട് 3, ഇൻപുട്ട് 2. ഇതിനകത്ത് ഇൻപുട്ട് 1ഉം ഇൻപുട്ട് 3യും കണക്ട് ചെയ്തിരിക്കുന്ന ഓർ ഗേറ്റ് വെച്ചിട്ടാണ്. അപ്പം ഇതിനകത്ത് ഒന്നെങ്കിൽ ഇന്റേണൽ റിലേ 1 വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1ഉം 2ഉം എന്തൊക്കെ നിങ്ങൾ പറഞ്ഞേ 1ഉം 2ഉം എന്താ ഓൺ ആയിരിക്കണം. അപ്പോൾ ഇന്റേണൽ റിലേ ഓക്കെ എന്താ ഓൺ ആവും അല്ലേ? അല്ലെങ്കിൽ എന്താണ് 3ഉം 2ഉം ഓൺ ആവണം. ആണോ? 3ഉം 2ഉം ഓൺ ആവണം. ആണോ? അല്ലെങ്കിൽ എന്തുവാ 1ഉം 2ഉം 3ഉം ഓൺ ആവണം. ഈ 3 കണ്ടീഷനല്ലേ ഉള്ളു. 1ഉം 3ഉം ഓഫ് ആണെങ്കിലോ? 1ഉം 3ഉം ഓഫ് ആണെങ്കിലോ? 1ഉം 3ഉം ഓഫ് ആണെങ്കിൽ ഇന്റേണൽ റിലേ വർക്ക് ആവുമോ? ഓൺ ആവുമോ? ഇന്റേണൽ റിലേ ഓൺ ആയില്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുമോ? നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് യൂസ് ചെയ്യും. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേന് ഒരു മാനുവൽ സ്വിച്ച് ആണോ? ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്ന മാനുവൽ സ്വിച്ച് ആണോ? സത്യം പറഞ്ഞാൽ ഇന്റേണൽ റിലേ മാനുവലായിട്ടാണ് ഇത് കൺട്രോൾ ചെയ്തത്. ഇത് ഇന്റേണലായിട്ട്, അതായത് കുറച്ച് കണ്ടീഷൻസ് വെക്കുക. ഒന്നെങ്കിൽ 1ഉം 2ഉം ഓൺ ആവണം, അല്ലെങ്കിൽ 3ഉം 2ഉം ഓൺ ആവണം, അല്ലെങ്കിൽ 1ഉം 2ഉം 3ഉം ഓൺ ആയെങ്കിൽ മാത്രമേ ആ ഇന്റേണൽ റിലേ ആ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഓൺ ആവത്തുള്ളൂ. ആ സ്വിച്ച് അപ്പം ഇന്റേണൽ റിലേയും ഓണായി ഇൻപുട്ട് 4ഉം ഓൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് റിലേയുടെ ഫങ്ഷൻ. റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ റിലേ ആ സർക്യൂട്ടിനെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എങ്ങനെയാണ്? മാനുവലായിട്ടല്ല. പിന്നെ എങ്ങനെ? ഇലക്ട്രിക് സിഗ്നൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ടായിരിക്കും ആ സംഭവം ചെയ്യുന്നത്. അല്ല നമ്മൾ മാനുവലി നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയോ കണക്റ്റോ ചെയ്യുന്നതല്ല.
ഓക്കെ, അപ്പോൾ കുറേ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആയിരിക്കും വരുന്നത്. ഇത്ര കണ്ടീഷൻ സാറ്റിസ്ഫൈ എങ്കിൽ മാത്രമേ ഈ റിലേ ഓൺ ആവത്തുള്ളൂ. അല്ല ഇത്ര കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ഇത്ര കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ റിലേ ഓൺ ആവത്തുള്ളൂ. ഈ റിലേ ഓൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആവത്തുള്ളൂ. മനസ്സിലായോ? ആ ഒരു കണക്ഷൻ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ റിലേസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ ഇത്? ആർക്കറിയാം ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന്? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ പിള്ളേര്? എന്തോ മനസ്സിലായി? എന്തോ റിലേയും കൗണ്ടറും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഡേറ്റ ഹാൻഡിലിംഗ് ആണ്. ഡേറ്റ ഹാൻഡിലിംഗ്. അപ്പം നമ്മൾ കിട്ടുന്ന നമുക്കിപ്പം PLC എടുക്കുമ്പം ഇൻപുട്ട് കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ് ഇൻപുട്ട് കിട്ടുന്നത്? ഇൻപുട്ട് എവിടെയാണ് കിട്ടുന്നത്? നമുക്ക് സെൻസർ കാണത്തില്ലേ അല്ലേ? ഈ സെൻസറിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് അനലോഗ് ആയിരിക്കും അല്ലേ? ആണോ? യെസ് ഓർ നോ? പ്രഷർ, ടെമ്പറേച്ചർ ഇതൊക്കെ എന്തുവാ? അനലോഗാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് മെഷീനിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആണോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കാണ് ഡേറ്റ ഹാൻഡിലിംഗ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് നമ്മൾ ബൈനറി കിട്ടുന്ന അനലോഗ് ഡിവൈസിനെ അനലോഗ് സിഗ്നലിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നലായിട്ട് ബൈനറി സിഗ്നലിനായിട്ട് മാറ്റും. ബൈനറി എന്താ നിങ്ങൾക്ക് അറിയാലോ? ബൈനറി എന്താണ്? രണ്ട് ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഡിജിറ്റ് ഉള്ളത്? 1 ഉം 0. ഇതിനകത്ത് ഒരു ഡിജിറ്റ് ഇതിനെ പറയുന്നവരാണ് 1 ബിറ്റ് എന്ന് പറയും അല്ലേ? ഒരു ബിറ്റ് അല്ലേ ഇത്? 0 എന്ന് വെച്ചാൽ ഒരു ബിറ്റാണ്, 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിറ്റാണ് അല്ലേ? 1 ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം അല്ലേ? 4 ബിറ്റ് ചേരുന്നതാണ് എന്ത്? 4 ബിറ്റ് ചേരുന്ന ഒരു നിബിൾ എന്ന് പറയുന്നത്. എന്താണ്? 4 ബിറ്റ് ചേരുന്നതാണ് ഒരു നിബിൾ. 8 ബിറ്റ് ചേരുന്നതാണ് എന്തുവാണോ? 8 ബിറ്റ് ചേർന്നതാണ് ഒരു ബൈറ്റ്. ഓക്കെ, 2 ബൈറ്റ് ചേരുന്നതാണ് ഒരു ബൈനറി വേർഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ബിറ്റ് എന്ന് പറയുമ്പോൾ 1 അല്ലെങ്കിൽ 0 ആണ് ബിറ്റ്. 4 ബിറ്റ് കയറുന്നത് ഒരു നിബിൾ, 8 ബിറ്റ് കയറുന്നത് ഒരു ബൈറ്റ്, 2 ബൈറ്റ് കയറുന്നത് ഒരു ബൈനറി വേർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡേറ്റ ഹാൻഡിലിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡേറ്റ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, ഒരു ഡേറ്റ നമുക്ക് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് മൂവ് ചെയ്യണം. അതായത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് MOV. എന്താണ്? ഒരു ഡേറ്റ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് മൂവ് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് MOV. ഓക്കെ, മൂവ്. ഓക്കെ, എന്താണ് ഉപയോഗിക്കുന്നത്? മൂവ് എന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്ത് മൂവ് എന്ന് വെച്ചിട്ട് ഇവിടെ നമ്മൾ സോഴ്സിൻ്റെ അഡ്രസ്സ് കൊടുക്കും. ഓക്കെ, ഇതാണ് സോഴ്സ് അഡ്രസ്സ്. എന്താണ് സോഴ്സ് അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള അഡ്രസ്സ് ഇവിടെ കൊടുക്കും. ഇതാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. എന്താണ്? ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. ഓക്കെ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഡേറ്റ ഒരു അഡ്രസ്സിൽ നിന്ന് വേറൊരു അഡ്രസ്സിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എന്ത് കമാൻഡ് ഉപയോഗിക്കുന്നത്? മൂവ് എന്ന് പറയുന്നത്. MOVE ഇല്ല, MOV എന്ന് മാത്രം. ഓക്കെ, MOV മൂവ്. ഇപ്പം ഇതിനകത്ത് മൂവ് 07 കൊടുക്കുക. ഇപ്പം ഇങ്ങനെ കൊടുക്കുവാണ്, സിമ്പിളായിട്ട് കൊടുക്കുവാണ്. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവുന്നുണ്ട് അല്ലേ? യെസ് ഓർ നോ? എന്ന് പറയടാ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഇതിൻ്റെ അർത്ഥം എന്തുവാടാ? ഇതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം?
N7 0 ലെവലിലിരിക്കുന്ന ഡേറ്റയെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? എങ്ങോട്ട് മൂവ് ചെയ്യണം? N7 08, അതായത് N7 എന്ന് പറയുന്ന ഷെൽഫിനകത്ത് 0 പൊസിഷനിൽ ഇരിക്കുന്ന ഡേറ്റേനെ എടുത്തിട്ട് N7 എന്ന് പറഞ്ഞ ഷെൽഫിനകത്ത് 8ാമത്തെ പൊസിഷനിൽ കൊണ്ടുവെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഇതിനകത്തൊരു സ്വിച്ച്, ആ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് അവിടെ കൊടുത്തേക്കുന്ന കമാൻഡ് എന്തോ നേരത്തെ ഔട്ട്പുട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് MOV അല്ല, MOV എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുമ്പോഴത്തേന് ആദ്യം കൊടുത്തേക്കുന്ന അഡ്രസ്സ് എന്താണ്? ഇവിടുത്തെ കൊടുത്തേക്കുന്ന അഡ്രസ്സ് എന്താണ്? ഈ അഡ്രസ്സ് എന്താണ്? സോഴ്സ് അഡ്രസ്സാണ്. ഇതെന്താണ് സോഴ്സ് അഡ്രസ്സ്? ഇതെന്താണ്? ഒന്ന് പറഞ്ഞേ. സോഴ്സ് എന്താ? ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. എന്താണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്? എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അഡ്രസ്സാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. അപ്പോൾ ഈ വരച്ച് വെച്ചേക്കുന്ന സാധനത്തിൻ്റെ അർത്ഥം എന്തുവാ? ഞാനൊരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേന് ഇവിടെ എനിക്ക് ചെയ്യേണ്ടത് N7 എന്ന് പറഞ്ഞ ഷെൽഫിനകത്ത് 0 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്ന ഡേറ്റയെ ഞാൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? 0 എന്ന് പറയുന്ന 08 എന്ന് പറഞ്ഞ പൊസിഷനിൽ ട്രാൻസ്ഫർ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായി. അതുപോലെ തന്നെ കുറച്ചധികം നമുക്ക് കുറേ ഓപ്പറേഷൻസ് ചെയ്യാൻ കാണും ഇതിനകത്ത്. ഇപ്പോൾ ഇതിനകത്ത് ഡേറ്റ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് MOV എന്ന് കൊടുത്തിട്ട് സോഴ്സ് അഡ്രസ്സ് കൊടുക്കുക, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് ഡേറ്റ കമ്പയർ ചെയ്യണം, 2 ഡേറ്റ കമ്പയർ ചെയ്യണം. ഇപ്പോൾ ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ. ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എങ്ങനെ കാണിക്കുന്നത്? ഒന്നുകിൽ ലെസ് ദാൻ സിമ്പിൾ ഇട്ട് കാണിക്കാം, ഇതാണ് ലെസ് ദാൻ സിമ്പിൾ. അല്ലെങ്കിൽ നമുക്ക് LT ലെസ് ദാൻ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ LES ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ലെസ് ദാൻ എന്ന് പറയുന്ന 2 ഡേറ്റ നമുക്ക് കമ്പയർ ചെയ്യണം. ഇതിനകത്ത് ഏതാണ് ചെറുത് എന്ന് കാണിക്കണം. അപ്പോൾ ഇതിന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണിക്കുന്നു? ഒന്നെങ്കിൽ ലെസ് ദാൻ സിമ്പിളായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ്റെ ഷോർട്ട് ഫോം LT എടുക്കാം, അല്ലെങ്കിൽ LES എടുക്കാം. ക്ലിയർ ആയോ? ഇപ്പോൾ ഇത് ഡേറ്റ കമ്പാരിസൺ ആണ് കേട്ടോ. ഡേറ്റ കമ്പാരിസൺ. അപ്പോൾ ലെസ് ദാൻ എന്തുവാണ്? എന്ന് പറഞ്ഞേ. ഒന്നെങ്കിൽ ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെ കാണിക്കുന്നത്? LT, അല്ലെങ്കിൽ എങ്ങനെ കാണിക്കാം? പറയടാ, റെസ്പോണ്ട് ചെയ്. അല്ലെങ്കിൽ എങ്ങനെ കാണിക്കാം? ഓക്കെ, അതുപോലെ അപ്പോൾ ഈക്വൽ ടു, ഇത് സിമ്പിളാട്ടോ. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ കാണിക്കാം? ഒന്നുകിൽ ഈക്വൽ ടു ഇട്ട് കാണിക്കാം, അല്ലെങ്കിൽ 2 ഈക്വൽ ടു ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് EQ എന്നിടാം, അല്ലെങ്കിൽ EQU എന്നിടാം. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് 1-2 തവണ ഒന്ന് വായിച്ച് നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരുപാട് കാണാൻ പഠിക്കൊന്നും വേണ്ട. ഈക്വൽ ടു നമ്മൾ ഒന്നെങ്കിൽ ഒരു ഈക്വൽ, ഇതൊക്കെ നമുക്ക് പ്രോഗ്രാമിനകത്ത് ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈക്വൽ, അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒരു ഈക്വൽ, അല്ലെങ്കിൽ 2 ഈക്വൽ, അല്ലെങ്കിൽ EQ, അല്ലെങ്കിൽ EQU. ഇനി അടുത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാ? സിമ്പിൾ വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ വരും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറെ സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ LE എന്ന് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ LEQ എന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ ഒരു പറയുന്നതിനകത്ത് തന്നെ ഉണ്ട്. LEQ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയണേ ഗ്രേറ്റർ ദാൻ. ഇതെങ്ങനെയാണ് കാണിക്കുന്നത്? ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനല്ലേ? ആണോ? കാണുന്നുണ്ടോ? ഹലോ? അല്ലെങ്കിൽ എങ്ങനെ? അങ്ങനെയല്ല, അല്ലെങ്കിൽ എങ്ങനെയാണോ? ഇതിൻ്റെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെ എന്ത് പഠിക്കും വരുന്നത്? ഇവിടെ എന്തുമായിരിക്കും വരുന്നത്?
ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്തുമായിരിക്കും വരുന്നത്? ജി ടി. അല്ലെങ്കിൽ എന്തുമായിരിക്കും വരുന്നത്? ഇവിടെ ലെസ് ദാൻ നമ്മൾ LES എടുത്ത് ഇവിടെ നിങ്ങൾക്ക് GRT എന്ന് എഴുതാം. ലെസ് ആദ്യം LEയും പിന്നെ S എടുത്താൽ അതുപോലെ ഇവിടെ GRT എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ഓർ ഇങ്ങനെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് പറഞ്ഞേ GE എഴുതാം. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴോ ആണോ? ഇനി അടുത്തത് ലാസ്റ്റ് വൺ, നോട്ട് ഈക്വൽ ടു. നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് സാധാരണ സിമ്പിൾ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സാധാരണ കൂട്ട് നോട്ട് ഈക്വൽ എന്നും ഇയും അല്ലെങ്കിൽ നമ്മുടെ NEQ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. കുറച്ച് സിമ്പിൾസ് ഒക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെസ് ദാൻ ആണെങ്കിൽ ജസ്റ്റ് സിമ്പിൾ, അല്ലെങ്കിൽ LT അല്ലെങ്കിൽ LES. ഈക്വൽ ടു ആണെങ്കിൽ ഈക്വൽ ടു, അല്ലെങ്കിൽ ഡബിൾ ഈക്വൽ, അല്ലെങ്കിൽ EQ EQU. ലെസ് ദാൻ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു, അല്ലെങ്കിൽ ആ സ്പ്ലിറ്റ് ചെയ്ത് LELUക്ക്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, അല്ലെങ്കിൽ GT GRT. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെങ്കിൽ സിമ്പിൾ അതുപോലെ തന്നെ എഴുതുക, അല്ലെങ്കിൽ GE അല്ലെങ്കിൽ GQ എഴുതുക. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു, അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കൂടെ ചേർത്ത് ചെയ്താൽ, അല്ലെങ്കിൽ NE അല്ലെങ്കിൽ NUQ. ഇതൊക്കെ സിമ്പിളാണ്, അതുകൊണ്ട് ഒരുപാട് സമയം പറയുന്നില്ല, ജസ്റ്റ് ഒരു വട്ടം പറഞ്ഞങ്ങ് പോവാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കാണ് കൺട്രോൾ വിത്ത് PLC. നമ്മൾ എങ്ങനെയാണ്, നിങ്ങൾ മെറ്റലർജി അല്ലല്ലോ, നമ്മുടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു, മെക്കട്രോണിക്സ് പഠിച്ചിട്ടുണ്ടോ? ഇപ്പോഴാണോ പഠിക്കുന്നത്? ഓക്കെ, അപ്പം മെക്കട്രോണിക്സിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ PLC ഉപയോഗിക്കുന്നത്, നമുക്ക് ഈ PLC വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കൺട്രോളിങ് ചെയ്യുന്നത്? കൺട്രോളിംഗ് എന്ന് വെച്ചാൽ എന്തുവാടാ? സംഭവം എന്തോ റിയലായിട്ട് സാധാരണ അല്ല, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോഴത്തേന് നമുക്ക് കൺട്രോളിങ് നമുക്ക് ഏത് രീതി പറയാം? കേൾക്കുന്നുണ്ടോ പറയുന്നത്? പ്രസന്റേഷൻ പോയോ? ഓക്കെ ഒരു സെക്കൻഡ്. പ്രസന്റേഷൻ പോയിട്ട് കുറെ നേരമായോ? പറയണേ, ഞാൻ അറിയത്തില്ല, ചിലപ്പോൾ കൈ തട്ടി പോയതായിരിക്കും. ഓക്കെ അപ്പം ഞാനൊരു ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ ആദ്യമേ ഒരു വാല്യൂ സെറ്റ് ചെയ്യുന്നു, വാല്യൂ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ വാല്യൂ ആണ്, എനിക്ക് ഈ വാല്യൂ
ഈ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ ആ വാല്യൂവിൻ്റെ ഇൻപുട്ട് ഞാൻ കൺട്രോളറിലിട്ട് കൊടുക്കുന്നത്. കൺട്രോളർ എന്തെടുക്കും? ആ വാല്യൂ നമുക്ക് ആക്ച്വേറ്റർ എന്ന് പറയുമ്പോൾ പ്രോസസ്സ് ആക്ച്വേറ്ററോട് കൊടുക്കും. ഏത് മോട്ടർ ആണെങ്കിൽ മോട്ടർ, അങ്ങനെ ഏതാണോ ആക്ച്വേറ്റർ കൊടുക്കും. ആക്ച്വേറ്റർ ആ പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ മെഷർ ചെയ്യും. മെഷർ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തേക്കുന്ന രീതി, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന 10. ഇപ്പം നമ്മൾ പറയുവാണ്, നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ലേത്ത് ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക് ലേത്ത് ഉണ്ടല്ലോ. നിങ്ങൾ സിമ്പിൾ എക്സാമ്പിൾ പറയും. ഓട്ടോമാറ്റിക് ലേത്തിനകത്ത് ഞാൻ ഇപ്പോൾ ഒരു ടൂൾ പീസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നത് 10 മില്ലിമീറ്റർ എന്താ പറയുന്നത്, എനിക്ക് കട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. 10 മില്ലിമീറ്റർ കട്ട്, ഇത്ര ഡയമെൻഷൻസ് എല്ലാം ആക്കണം പറഞ്ഞാൽ ആദ്യമേ എല്ലാ വാല്യൂ സെറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത്ര ഡെപ്ത് വേണം, ഇത്ര ഡയമെൻഷൻ വേണം, എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തെടുക്കും? ആ വാല്യൂ കമ്പ്യൂട്ടർ എടുത്തിട്ട് അതിനൊരു കൺട്രോളറിനകത്തോട് അനലൈസ് ഒക്കെ ചെയ്തിട്ട് ആ വാല്യൂ എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ ലേത്തിൻ്റെ മോട്ടറിലോട്ട് കൊടുക്കും. ആണോ? മോട്ടറിലോട്ട് കൊടുക്കത്തില്ല. അപ്പോൾ മോട്ടർ എന്തെടുക്കും? അതനുസരിച്ചുള്ള സ്പീഡും RPM ടൂളിൻ്റെ ഡെപ്തും എല്ലാം സെറ്റ്, ആ ലേത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാം സെറ്റ് ചെയ്യും. ആ ആക്ച്വേറ്റർ എന്ന് പറയുമ്പോഴത്തേന് മോട്ടർ ഉണ്ടാവും, പിന്നെ ടൂൾ പൊസിഷൻ ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടാവും, എല്ലാം കാണും. അപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ലേത്ത് എന്ത് സംഭവിക്കും? ആ ഒരു പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഓട്ടോമാറ്റിക് ഫീഡ്ബാക്ക് എടുത്തിട്ട് നോക്കും. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് തന്നെ ആണോ സത്യത്തിൽ നടക്കുന്നതെന്ന് നോക്കും. അങ്ങനെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ അല്ല, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നോക്കിയിട്ട് നമ്മൾ കൊടുത്ത വാല്യൂം ഇവിടെ കിട്ടിയ വാല്യൂ കൂടെ കമ്പയർ ചെയ്തിട്ട് ഡിഫറൻസ് ഉള്ള സാധനം നമ്മൾ എങ്ങോട്ട് കൊടുക്കും? എന്തായിട്ട് കൊടുക്കും? ഡിഫറൻസ് ഉള്ള വാല്യൂ എന്തായിട്ട് കൊടുക്കും? ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കും. അപ്പം നമ്മൾ പറയുന്നത്, നമ്മൾ 10 വാല്യൂ കൊടുക്കുന്നു, 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു, പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ എത്രയാണ്? 8 ആണെന്നിരിക്കട്ടെ. അപ്പോൾ 10 ഇവിടെ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? ഇവിടെ 8 ആണോ? അപ്പോൾ ഇവിടെ മെഷർ ചെയ്തപ്പോൾ 10 - 8 എത്ര ഡിഫറൻസ് ഉണ്ട്? എത്രയാണ് ഡിഫറൻസ് ഉള്ളത്? അപ്പം നമുക്ക് എന്തായാലും ഔട്ട്പുട്ട് 10 വാല്യൂ തന്നെ വരണം. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ എത്ര കൊടുക്കണം ഇൻപുട്ട്? നമ്മൾ അതൊരു ഫീഡ്ബാക്ക് കൊടുത്ത് 12 കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് അനുസരിച്ചുള്ള നമുക്കത് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫീഡ്ബാക്ക് ഇങ്ങനെ കൊടുത്ത് എങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു കണ്ടീഷൻ നമുക്ക് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? നമ്മളായാലും അങ്ങനെയല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് എക്സാം എഴുതാൻ പോകുന്നു, നിങ്ങൾ ഫസ്റ്റ് സീരീസ് എഴുതാൻ പോകുന്നത്, ഒന്നും പഠിക്കാതെ വന്ന് എഴുതിയിട്ട് പോകുന്നു, പൊട്ടിപ്പോൾ ആളീസാവുന്നു. അപ്പോൾ അത് ഞാൻ എന്തെടുക്കും? പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് തരുന്നത്, ക്ലാസ്സിൽ വന്നിട്ട് എല്ലാത്തിനും തെറി വിളിക്കുന്നത്, അടുത്ത പരീക്ഷയ്ക്ക് നല്ലതായിട്ട് മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റേർണൽ പാസ്സാവത്തില്ല, ഇൻറ്റേർണൽ വിട്ടെടുത്തതെന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങളെന്ത് സംഭവിക്കും? ആ ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് മിനിമം 23 ഇൻറ്റേർണൽ വേണം. അപ്പോൾ നിങ്ങൾ എന്തെടുക്കും? അതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് നിങ്ങൾ പഠിച്ച് ചെയ്തു. ആണോ? നിങ്ങളല്ലേ സംഭവിക്കുന്നത്? ഇതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? അപ്പം ആ സംഭവം നമുക്ക് ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനകത്ത് നമുക്ക് നമ്മൾ PLC കൂടെ എനേബിൾ ചെയ്യാൻ പോവാം. അപ്പോൾ ഈ കൺട്രോളർ അങ്ങ് മാറ്റിയിട്ട് പവർ ഇവിടെ എന്ത് വെക്കാൻ പോവാ? അവിടെ PLC വെക്കാൻ പോവാ. മനസ്സിലായോ? ഇപ്പോൾ കൺട്രോളർ അങ്ങ് മാറ്റിയിട്ട് അവിടെ എന്ത് വെക്കാൻ പോവാണ്? PLC വെക്കും. അപ്പോൾ നമ്മുടെ ഫിഗർ എങ്ങനെ മാറും? ഇവിടെ കൺട്രോൾ മാറ്റിയിട്ട് PLC വെക്കുമ്പോൾ ഫിഗർ എങ്ങനെ മാറും? കൺട്രോളറിന് പകരം എന്ത് വരും? PLC വരും.
പക്ഷേ PLC വരുമ്പോഴത്തേന് PLCക്ക് ഡയറക്റ്റ് വാല്യൂ ഇപ്പോൾ ഇതിനകത്തൊരു സെറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഒരു സെറ്റ് വാല്യൂ ഉണ്ട്. നമ്മൾ ആദ്യം സെറ്റ് വാല്യൂ എടുക്കും. പക്ഷേ ആ സെറ്റ് വാല്യൂ ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ആ വാല്യൂ എന്ന് പറയുമ്പോൾ അനലോഗ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സിസ്റ്റം വേണ്ടി വരും. അതാണ് ADC. എന്താണ് ADC? എന്താണ് ADC? എന്താണ് ADC? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പോൾ PLCക്ക് അത് മനസ്സിലാകും. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വേണം? DAC വേണം. DAC അല്ലേ? ബാക്കി സാധനങ്ങളെല്ലാം സെയിം സാധനം. DAC നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? ഔട്ട്പുട്ട് എങ്ങോട്ട് കൊടുക്കുന്നത്? എങ്ങോട്ട് കൊടുക്കുന്നത്? ആക്ച്വേറ്റർ ഇട്ടു. ആക്ച്വേറ്റർ അത് എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു അല്ലേ? ആ ഔട്ട്പുട്ട്, ഈ ഔട്ട്പുട്ട് ആര് മെഷർ ചെയ്യുന്നു? ആര് മെഷർ ചെയ്യുന്നു? മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങോട്ട് കൊടുക്കുന്നു? PLCയോട് കൊടുക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഈ സെറ്റ് വാല്യൂവിൻ്റെ കൂടെ ഈ ഫീഡ്ബാക്കും കൂടെ എടുത്തിട്ട് അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് PLC നമുക്ക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് PLCക്കകത്ത് നമ്മളിപ്പോൾ കോൾഡ് സ്റ്റോറേജ് ഒക്കെ എടുക്കത്തില്ല. അവിടെ ഇപ്പോൾ മീറ്റൊക്കെ ഇല്ലേ, മീറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു ഹോട്ടലിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അവിടെ ആ സമയത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന എത്രയാണ്? ഒരു -40 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ വേണ്ടതെന്നിരിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് കുറച്ച് മീറ്റ് കൊണ്ടുവെക്കുമ്പോഴത്തേന് 40 ഡിഗ്രി സെൽഷ്യസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് പറ്റുമോ? അപ്പോൾ പറ്റുമോ? നമ്മൾ -40 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുന്നത്. പക്ഷേ ഫ്രഷ് ആയിട്ട് കുറച്ച് മീറ്റും വെജിറ്റബിൾസും ഒക്കെ അതിനകത്ത് കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേന് ഔട്ട്പുട്ട് -40 തന്നെ കിട്ടുമോ? പെട്ടെന്ന് കിട്ടുമോടാ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് കൊടുക്കും? ആ -40 കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ അധികം കൂളിംഗ് കൊടുത്തെങ്കിൽ മാത്രമേ ആ -40 അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആണോ? പക്ഷേ ടൈം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ അത്രയും ഫീഡ്ബാക്ക് കൊടുക്കേണ്ടി വരുമോ? വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്താ പറയുന്നത് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. PLCയുടെ കൺട്രോൾ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, പ്രൊപ്പോർഷൻ കൺട്രോൾ ഉണ്ട്, PID കൺട്രോൾ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ PLC എന്ന് പറഞ്ഞ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യും. അത് ചെറിയൊരു സെക്ഷനും പിന്നെ രണ്ട് പ്രോഗ്രാമും കൂടെ ചെയ്ത് നമുക്ക് PLC സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PLCക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.